നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചാവക്കാട് സ്വദേശി മരിച്ചു. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറുവശം താമസിക്കുന്ന കുരിക്കളകത്ത് തേവത്ത് കുഞ്ഞിമുഹമ്മദ് മകൻ റഹീം ആണ് മരിച്ചത്. 59 വയസ്സാണ്. കോഴിക്കോട് നഗരത്തിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഇയാളെ വളണ്ടിയർമാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ശക്തമായ പനിയെ തുടർന്ന് നട്ടെല്ലിൽ നിന്നും സ്രവമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ലൈല ഭാര്യയും ഷഫ്ന, ആയിഷ എന്നിവർ മക്കളുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണത്തല പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. എരുമപ്പെട്ടി കരിയന്നൂർ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ തെറ്റയിൽ ഗോഡൌണിനോട് ചേർന്നുള്ള റോഡരികിലാണ് ആളുയരത്തിൽ കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുൽച്ചെടികൾ കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തൊട്ടാൽ ശരീരം മുറിയുന്ന പുല്ലുകളായതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ റോഡരികിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനും കഴിയില്ല. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. കാൽനട യാത്രക്കാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് റോഡിലൂടെ നടക്കുന്നത്. ബാർ ഹോട്ടലായ കൊട്ടാരം റീജൻസിക്ക് മുന്നിലാണ് പൊന്തക്കാട് ഇത്തരത്തിൽ വളർന്നു നിൽക്കുന്നതെന്നും ഭീതിപ്പെടുത്തുന്നതാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ബ്ലാങ്ങാട് ഫാറൂഖ് പള്ളി ബീച്ചിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ഇരട്ടപ്പുഴയിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്നാണ് സൂചന. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. ഡിവൈഎഫ്ഐ നേതാവും CPIM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന PU സനൂപിന്റെ രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, MV പ്രശാന്ത് മാസ്റ്റർ, ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A സജു മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗം PP സുനിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി K കൊച്ചനിയൻ ചെയർമാൻ, KS സൈഫുദ്ദീൻ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. വോക്ക് ആൻഡ് ഹെൽത്ത് ക്ലബ്ബും ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. AC മൊയ്തീൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. സെപ്റ്റംബർ 21 ഞായറാഴ്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ലിവർ കെയർ, കാർഡിയാക് സർജറി, സ്പൈൻ സർജറി എന്നീ വിഭാഗങ്ങളിൽ പരിശോധന നടക്കും. നട്ടെല്ല് രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് ഉള്ളവർ, ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ, വിദഗ്ധ അഭിപ്രായം തേടുന്നവർ എന്നിവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഫാത്തിവ H വീരാൻകുട്ടി, DS സുജിത്ത്, കൃഷ്ണകുമാർ എന്നീ ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തും. സർജറി അഡ്മിഷൻ രോഗികൾക്ക് ഡിസ്കൗണ്ട് പാക്കേജ്, റേഡിയോളജിയിൽ 10% ഓഫർ, ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം, ലാബ് ടെസ്റ്റുകളിൽ 10% ഓഫർ, സൗജന്യ ഫൈബ്രോസ്കാൻ എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 75 10 57 0077, 82 81 07 67 61 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സെപ്റ്റംബർ 14 മുതൽ ആരംഭിച്ച കോട്ടോൽ ഷൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാർ 50-ാം ആണ്ട് നേർച്ച 21-ന് കുടുംബ സമ്മേളനത്തോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. സുന്നി യുവജന സംഘം സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. ആണ്ടുനേർച്ചയുടെ ഭാഗമായി 50 പേർക്ക് കോട്ടോൽ മഹൽ പ്രവാസികൾ സൗജന്യ ഡയാലിസിസിനുള്ള സഹായവും 50 പേരുടെ സൗജന്യ രക്തദാനവും നടക്കും. 21-ന് ഞായറാഴ്ച 9 മണി മുതൽ 2 മണി വരെ ഭക്ഷണ വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹൽ പ്രസിഡന്റ് VA ഉമ്മർ മൗലവി പരിപാടികൾ വിശദീകരിച്ചു. കടപ്പുറം പഞ്ചായത്ത് 14-ാം വാർഡ് തൊട്ടാപ്പ് പൂക്കോയത്തങ്ങൾ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷയായി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ 15 ലക്ഷം വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. വാർഡ് മെമ്പർ റാഹില വഹാബ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിസ്രിയ മുസ്താഖ് അലി, പഞ്ചായത്ത് മെമ്പർമാരായ സമീറ ഷെരീഫ്, മുഹമ്മദ് നാസിഫ്, CPIM ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ പ്രവർത്തകരും നടത്തിയ പരിശോധനയിൽ ശുചിമുറി മാലിന്യം പൊതുസ്ഥലത്ത് ഒഴുക്കിയതായി കണ്ടെത്തി. കിഴക്കേ ആളൂർ, എടക്കളത്തൂർ റോഡിലും പുത്തൂർ റോഡിലുമാണ് മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പഞ്ചായത്തിലും പരിസരത്തും തമ്പടിക്കുന്ന വാഹനങ്ങൾ രാത്രിയുടെ മറവിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നിലവിലുള്ള സ്വകാര്യ ക്യാമറയിലൂടെ ലഭിച്ച കൃത്യമായ വിവരത്തിലൂടെ മാലിന്യം നിക്ഷേപിച്ച വാഹനത്തിന്റെ നമ്പറും പേരുവിവരവും ലഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറും പൊതുജനാരോഗ്യ വിഭാഗം മേധാവിയുമായ ഡോക്ടർ കെ.പി. ചിന്തയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അറിയിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ N.A. ബാലചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ N.F. ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി എന്നിവർ നേതൃത്വം നൽകി. അധികാരികളെ അറിയിക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കാത്തത് മൂലം തന്നെ നിരന്തരമായിട്ടുള്ള ഈ പ്രവണത ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പരിസ്ഥിതി ആളുകൾ വിവിധ ആളുകളെ അറിയിക്കുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊടുത്തതിന് ശേഷമായിട്ടും ഒരു നടപടിയും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി ഏരിയയാണ് ഈ ഒരു മേഖല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട പോലീസിനെയും അതുപോലെ തന്നെ RTO വകുപ്പ് ഉദ്യോഗസ്ഥരെയും നമ്മുടെ ഭരണസമിതി അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടെ മറ്റു മറുപടിയൊന്നും ഗ്രാമപഞ്ചായത്തിന് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. കൂടാതെ തന്നെ കേച്ചേരി പുഴ ഒഴുകുന്ന ഒരു പ്രദേശത്ത് അനധികൃതമായി മണ്ണ് അടിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ലോറികൾ കേന്ദ്രീകരിക്കും. രാജ്യത്തെ വോട്ട് കൊള്ളക്കാരിൽ നിന്നും രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പദയാത്ര നടത്തി. ആനത്തലമുക്കിൽ നിന്നും ആരംഭിച്ച പദയാത്ര പുത്തൻകടപ്പുറം സെന്ററിൽ സമാപിച്ചു. പദയാത്രയുടെ സമാപന സമ്മേളനം SDPI മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി AM മുഹമ്മദ് റിയാസ് മാള ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ്, മണ്ഡലം സെക്രട്ടറി മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,205 രൂപ, പവന് 81,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. ചരമം പൊന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ജലാലിയ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റും പരേതനായ അസൈനാരകത്ത് ആലുണ്ണി മകൻ അഹമ്മദ് ഗദ്ദാഫി നിര്യാതനായി. 49 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മന്ദലാങ്ങുന്ന ജുമാ മസ്ജിദിൽ നടന്നു. ഷെഫീറ ഭാര്യയും സഫിയ ഫെദിൻ, ഫഹദ് ഇസ്രാർ, ഫസ്നി ഷർഹാൻ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി നീട്ടിയത്ത് കളത്തിൽ അമ്മാളുകുട്ടിയമ്മ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ പൊന്നുള്ളി കുട്ടിക്കൃഷ്ണമേനോൻ ഭർത്താവാണ്. രാമനാഥൻ, വിശ്വനാഥൻ, സതീദേവി എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.